ചില മനുഷ്യന്മാരുണ്ട്, അവരുടെ നാവിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരാൾക്കും കഴിയില്ല, ഒരാളെയും അവർ വെറുതെ വിടുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അല്ലദീന യൽമിസൂനൽ മുത്തവ്വിഈന മിനൽ മുഅ്മിനീന ഫിസ്സദഖാത്ത് വല്ലദീന ലാ യജിദൂന ഇല്ലാ ജുഹ്ദഹും ഫയസ്ഖറൂന മിൻഹും സഖിറല്ലാഹു മിൻഹും വലഹും അദാബുൻ അലീം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പള്ളിയിലേക്ക് കുറേ ഫക്കീറുകൾ വന്നു. മദീന പള്ളിയിൽ ധാരാളം ഫക്കീറുകൾ ഒരു വഫ്ദായി വന്നതാണ്. പക്ഷേ അവരുടെ കോലവും രൂപവും ഒക്കെ കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തോന്നി ദരിദ്രന്മാരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ കയറിയിട്ട് സദഖ ചെയ്യാൻ ആഹ്വാനം ചെയ്തു. അപ്പോൾ പണമുള്ള സഹാബികൾ ധാരാളം പണവുമായി വന്നു. നമുക്കറിയാം സഹാബികൾ അങ്ങനെയാണ്, സമ്പത്തിൻ്റെ പകുതി വരെ കൊണ്ടുവരുന്നവരും മുഴുവൻ കൊണ്ടുവരുന്നവരും ഒക്കെ ഉണ്ട്. വേറെ ചില ആളുകളുടെ കയ്യിൽ ഒന്നുമില്ല, പക്ഷേ വീട്ടിലുണ്ടായിരുന്ന 1-2 ഈത്തപ്പഴവുമായി അവരും വന്നു, അല്ലെങ്കിൽ കുറഞ്ഞ വിഭവമായി അവരും വന്നു. അപ്പോൾ ഈ മുനാഫിക്കുകൾ എന്താ ചെയ്യുന്നത്? അല്ലദീന യൽമിസൂനൽ മുത്തവ്വിഈന മിനൽ മുഅ്മിനീന ഫിസ്സദഖാത്ത്. ധാരാളം പണം കൊണ്ടുവന്നവരെ കുറിച്ച് പറഞ്ഞു, ഇവർ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്യാം. ഇതൊക്കെ റിയാ. എന്തിനാ അത്ര അധികം പൈസ കൊടുക്കേണ്ട ആവശ്യം? ഇത്രയൊന്നും കൊടുക്കേണ്ട ആവശ്യം, ഇതൊക്കെ ആളുകളെ കാണിക്കാൻ വേണ്ടി, പൊങ്ങച്ചത്തിന് വേണ്ടിയാണ് ഇത്രയും പൈസ കൊണ്ടുവന്നത്, ഇത്രയും ദീനാറും ദിർഹവും കൊണ്ടുവന്നത് എന്ന് പറഞ്ഞ് കൂടുതൽ കൊണ്ടുവന്നവനെ അങ്ങനെ കളിയാക്കുക. വല്ലദീന ലാ യജിദൂന ഇല്ലാ ജുഹ്ദഹും. എന്നാൽ കുറച്ച് കൊണ്ടുവന്നപ്പോഴോ അപ്പോൾ പറയുന്നത്, അള്ളാഹുവിന് എന്തിനാണ് ഇവൻ്റെ ഈ 2 ഈത്തപ്പഴം? അള്ളാഹു അതിനേക്കാളൊക്കെ ധന്യനാണ്. ഇവൻ്റെ ഈ ചെറിയ സദഖ 1 ദിർഹം 10 ദിർഹം, ആളുകളൊക്കെ വലുത് കൊടുക്കുമ്പോൾ 10 ദിർഹവുമായി 5 ദിർഹവുമായി വന്നിരിക്കുന്നു. നോക്കൂ, കുറച്ച് കൊണ്ടുവന്നവനെയും വിടുന്നില്ല, കുറേ കൊണ്ടുവന്നവരെയും വിടുന്നില്ല. എല്ലാറ്റിലും കുറ്റം കണ്ടെത്തുന്നു, എല്ലാവരെയും കുറ്റം പറയാൻ കാരണങ്ങൾ കണ്ടെത്തുന്നു. എന്നിട്ട് അവരെ പരിഹസിക്കുക. ഫയസ്ഖറൂന മിൻഹും. അവർ അവരെ പരിഹസിക്കുന്നു. സഖിറല്ലാഹു മിൻഹും. അള്ളാഹു അവരെ പരിഹസിക്കുന്നതാണ്. എന്താണ് അങ്ങനെ പ്രയോഗിച്ചത്? ഉലമാക്കൾ പറഞ്ഞു, പരിഹസിക്കുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ സിഫാത്തിൽപ്പെട്ടതല്ല. പിന്നെ എന്തിനാണ് അങ്ങനത്തെ പ്രയോഗങ്ങൾ? ആ പ്രയോഗങ്ങൾ ഒരു തിന്മയുടെ ശിക്ഷയ്ക്ക് ആ തെറ്റിൻ്റെ പേര് പറയുക എന്നത് അള്ളാഹുവിൻ്റെ ഒരു ശൈലിയാണ്. വഹുവ ഖാദിഉഹും. അവർ അള്ളാഹുവിനെയും റസൂലിനെയും വഞ്ചിക്കുന്നു, വിശ്വാസികളെ വഞ്ചിക്കുന്നു. എന്നാൽ വഹുവ ഖാദിഉഹും, അള്ളാഹു അവരെയാണ് വഞ്ചിക്കുന്നത്. അതിൻ്റെ അർത്ഥം അള്ളാഹു വഞ്ചിക്കുന്നതാണോ? അല്ല. പിന്നെയോ, അവരുടെ ആ വഞ്ചനക്കനുസരിച്ചുള്ള ശിക്ഷ അവർക്ക് പരലോകത്ത് ലഭിക്കുമ്പോൾ ആ ശിക്ഷയെ അവർ ചെയ്ത തിന്മയുടെ പേര് കൊണ്ട് വിളിക്കുകയാണ്. എന്നതുപോലെ വിശ്വാസികളെ എന്തുണ്ടെങ്കിലും കളിയാക്കുക. നല്ലത് ചെയ്താലും കളിയാക്കും, അല്ലെങ്കിലും കളിയാക്കും. കൂടുതൽ ചെയ്താലും കളിയാക്കും, കുറച്ച് ചെയ്താലും കളിയാക്കും. ഓരോന്നിനും അവരുടെ അടുത്തൊരു ന്യായം ഉണ്ടാകും. കൂടുതൽ കൊണ്ടുവന്നപ്പോൾ പറഞ്ഞു ആളുകളെ കാണിക്കാൻ വേണ്ടിയാണ്, കുറച്ച് കൊണ്ടുവന്നപ്പോൾ പറഞ്ഞു ഇതെന്തിനാണ് ഇത്രയും ചെറുത്, ഇതാർക്ക് വേണം? നോക്കൂ, ഫയസ്ഖറൂന മിൻഹും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അവരെ പരിഹസിക്കുന്ന ആ ആളുകൾ, വിശ്വാസികളെ വെറുതെ വിടാത്ത ആളുകൾ, നാവ് കൊണ്ട് എല്ലാവരെയും കൈകാര്യം ചെയ്യുന്ന ആളുകൾ, സഖിറല്ലാഹു മിൻഹും. ഖിയാമത്ത് നാളിൽ അല്ലാഹു അവരെ പരിഹാസപാത്രമാക്കും. ജനങ്ങൾക്കിടയിൽ അവർ പരിഹസിക്കപ്പെടും, നരകത്തിൽ അവർ പരിഹസിക്കപ്പെടും. വലഹും അദാബുൻ അലീം. അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ടാകും.